ഹലോ ഗൈസ്, പുലർച്ചെ 4 മണിക്ക് എന്തുകൊണ്ടാണ് എൻ്റെ മുഖത്ത് ഈ പട്ടി ചപ്പി പോലത്തെ എക്സ്പ്രഷൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റണത്. ഇന്ന് ഞങ്ങൾ ഫാമിലിയായിട്ടൊരു ട്രിപ്പ് പോവാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ പുലർച്ചെ എൻ്റെ നോക്കിയും, അല്ലെങ്കിൽ നമ്മളങ്ങനെ എണീക്കില്ലല്ലോ, അറിയാലോ. കഥ പറയാൻ നിൽക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ഒരുപാട് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നാലും ഒരു ഗെറ്റ് റെഡി വിത്ത് മീ പോലും ഈ വീഡിയോയിലില്ല. അങ്ങനെ നമ്മൾ ട്രിപ്പ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഹലോ ഗൈസ്, നമ്മൾ വണ്ടിയിൽ കയറി. വിളിച്ചല്ലേ ഗൈസ്, നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നു. പ്രാർത്ഥന തീർത്ഥാടനത്തിനാണ് നമ്മൾ പോകുന്നത്. തീർത്ഥാടനം ജീവിതം. നമ്മളപ്പോൾ ഇപ്പോൾ പെട്രോൾ പമ്പിൽ, യൂഷ്വലി ഇപ്പോൾ വരുമ്പോൾ എന്തിനാണ് പെട്രോൾ പമ്പിൽ കയറുക? എന്തിനാണ് നമ്മൾ പെട്രോൾ പമ്പിൽ കയറിയാണ്? മാവുണ്ണാനല്ലല്ലോ, അതെ, ശുശുമുള്ളാനാണ് ഞങ്ങൾ പെട്രോൾ പമ്പിൽ വരുന്നത് അല്ലേ? അപ്പോൾ ഇതിൽ നോക്കി പറയും, ശുശു എന്ന് പറയും. ശുശുമുള്ളാനാണ് ഞങ്ങൾ ഇറങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഫുഡിനുള്ള തയ്യാറെടുപ്പുകൾ അവിടെ കാണാൻ സൂം ചെയ്യാൻ വയ്യ. ഒരു കയ്യിൽ കിടാവുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ ഇൻട്രപ്പ സൈഡിൽ ഒരാളതേ സിമെൻറ്റും കട്ടയൊക്കെ ഉണ്ടാക്കും. അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ ആശ്ചര്യത്തോടെ നിന്ന് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടരാൻ. എനിക്കോ താങ്ക് യു. കൊച്ചിനെ പറ്റിക്കാണ് കൈസ് എല്ലാരും കൂടെ. എനിക്ക് പൊട്ടിക്കുമ്പോ തരോ? എനിക്ക് പറഞ്ഞ വായിൽ വെച്ചെന്ന്. താങ്ക് യു. ഇങ്ങനെ ഈ കൊച്ചിനെ വിറ്റ് ജീവിക്കലാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പരിപാടി. ആ കൊച്ചിന് തിന്നാൻ വെച്ചത് എല്ലാവരും പറക്കി തിന്നും. ചൊറിയാൻ പുഴുക്കളാണ് കൈസ്. മര്യാദക്ക് ഇവിടെ കിടന്നുറങ്ങണ ചെക്ക് ഉപദ്രവിക്കാണ്. അടങ്ങിരി കൊച്ചേ. അണ്ണാച്ചി സുഖമാണ് അണ്ണാച്ചി. அண்ணாச்சி வழிவிடு வழிவிடு. தமிழ் பேசுங்க. சௌக்கியமா தம்பி? சௌக்கியம். எனக்கோ எதை பண்ணாலும் பிளான் பண்ணி பண்ணணும். അങ്ങനെ റോഡ് സൈഡിലൊക്കെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചു. ചോറും ബീഫും മീൻകറിയൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിച്ച് പിന്നെ പട്ടികളെ കണ്ടാൽ നമുക്ക് ഫുഡ് കൊടുക്കാണ്ടിരിക്കാൻ തോന്നില്ല. അങ്ങനെ അവർക്കും ഫുഡ് കൊടുത്തു. ഇതാണ് ഞങ്ങൾ താമസിച്ച ലോഡ്ജ്. ഇതായിരുന്നു. ഇവിടെയാണ് ഈ സൂര്യ ലോഡ്ജിലാണ് ഞങ്ങൾ യൂഷ്വലി താമസിക്കാറ്. പക്ഷേ ഇത്തവണ അവർ റേറ്റ് കൂട്ടിയോണ്ട് നമ്മൾ ഈ ലോഡ്ജിലായിരുന്നു. ഇതായിരുന്നു നമ്മുടെ റൂം. ഹായ് ഗൈസ്, അപ്പോൾ ഞങ്ങൾ വേളാങ്കണ്ണിയിലെത്തി. 4 മണിയായപ്പോൾ എത്തി. ഞങ്ങളുടെ റൂമിലെല്ലാവരും ഇരുന്നൊക്കെ ചെയ്തു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. ഒക്കെ ഇവിടെ ഉണ്ട്. എല്ലാവരും റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഗൈസ്, അപ്പൊ ഇത്തവണ നമ്മള് മുട്ടടിക്കാൻ പോകുന്നത് നേർച്ചക്കോഴി. 1 നേർച്ചക്കോഴി, 2 നേർച്ചക്കോഴി, പിന്നെ നേർച്ചക്കോഴി. എല്ലാരും മുട്ടടിക്കാൻ പോവാണ്. ഇവനാണ് ഇത്തവണ മുട്ടത്തി അതേ പോണത്. ഞങ്ങളെല്ലാ വട്ടവും ഇവിടെ വന്ന ഞങ്ങള് ഒരുവിധം ഞങ്ങൾ പിള്ളേർ സെറ്റ് എല്ലാവരും
ബാക്ക് അടിക്കാൻ പറ്റുന്നില്ല. ഇവള്, ഇവൻ, ഇവൾ, അവൾ, ഞങ്ങളെല്ലാരും മുട്ടത്തി എഴുതാറുണ്ട്. പക്ഷെ ഇത്തവണ ഞങ്ങൾ ആരും തന്നെ മുട്ടത്തി എഴുതുന്നില്ല. അങ്ങനെ വൈകിട്ട് ഞങ്ങൾ ബീച്ചിലൊക്കെ പോയി കുറച്ച് നേരം കാലൊക്കെ കഴുകി അവിടെ നിന്ന് അപ്പം തന്നെ കയറി. പിന്നെ പർച്ചേസിംഗ് ഒക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ ഈ പ്രസംഗം ഇങ്ങനെ മൈക്കിൽ റെക്കോർഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ തിരിച്ചറിഞ്ഞത് എൻ്റെ ഇതിൻ്റെ പിൻ കാണാണ്ട് പോയിരുന്നു ഓൾറെഡി. പക്ഷെ ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ കുറച്ചധികം വൈകിപ്പോയി. പിന്നെ കടകളൊക്കെ കയറി ഇറങ്ങി, അതൊന്നും കിട്ടിയില്ല. അത് പോയി. കഥയിൽ ചോദ്യമില്ല, മനസ്സിലായ. ഇന്നത്തെ കറക്കം അവസാനിച്ചു ഗൈസ്. ഇന്നത്തെ കറക്കം കഴിഞ്ഞ് ഞങ്ങള് തിരിച്ച് റൂമിലേക്ക് പോവാണ്. അടുത്ത് തന്നെയാണ് നമ്മുടെ റൂമിന്റെ പേരെന്ത്, നമ്മുടെ അതിന്റെ പേരെന്തായിരുന്നു, ഞങ്ങൾ മറന്നുപോയി. അവൻ കുറച്ച് ഇൻട്രോട്ടാണ്, ക്യാമറയുടെ മുന്നിൽ ഷൈയാണ്. ഇത് എക്സ്ട്രോവേർട്ടിന്റെ അച്ഛനാണ് ഇത്. ശരി, നോക്കൂ ഗൈസ് എന്റെ മുട്ട. സോഫ്റ്റ് മുട്ട, സോഫ്റ്റ്. പൊട്ടിയ വേനെടുത്താ പൂന്, വേനെടുത്താ.